മലയാളത്തിലുള്ള ഖുതുബ തർജ്ജമയാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് മുമ്പോട്ട് കയറിയിരിക്കണം എന്നറിയിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعراس بلا إسراف. വിവാഹ ആഘോഷങ്ങളിലെ ധൂർത്ത് ഒഴിവാക്കുക, അതാണ് ഇന്നത്തെ ഖുതുബയുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ അല്ലാഹു സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ അവരിലേക്ക് ചെന്ന് ശാന്തമാകുന്നതിന് വേണ്ടിയാണത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ വലിയ സ്നേഹവും പ്രിയവും ആക്കിത്തരുകയും ചെയ്തിരിക്കുന്നു എന്നത് അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ ഒരു വിവാഹം നടക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ശാന്തിയും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് തന്നെയാണ്. അതോടൊപ്പം നിത്യമായ വിജയവും ഉണ്ടാവുക. അങ്ങനെയാവണമെങ്കിൽ വിവാഹ സമയം മുതൽ തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹ ആഘോഷങ്ങളിൽ മിതത്വം പാലിക്കാൻ നാം ശ്രദ്ധിക്കണം. യുവാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നിങ്ങളുടെ വിവാഹ സമയങ്ങളിൽ നിങ്ങൾ ധൂർത്ത് നടത്തരുത്. നിങ്ങൾക്ക് കഴിയാത്തതിനപ്പുറത്തേക്ക് സാമ്പത്തികമായ ചെലവ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതുപോലെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വലിയവരാകണം എന്ന ഒരു ദുരഭിമാനവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതേസമയത്ത് നിങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചര്യ മുറുകെ പിടിക്കുകയും ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ ഭരണാധികാരികൾ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുകയും ചെയ്യണം. എത്രയെത്ര കുടുംബങ്ങളാണ് വിവാഹ ദിവസത്തിൽ വിവാഹ ആഘോഷ സമയങ്ങളിൽ വലിയ സാമ്പത്തികമായ ചെലവ് വഹിച്ചതിൻ്റെ പേരിൽ ആ കുടുംബം തന്നെ പലപ്പോഴും തകർന്നു പോയിട്ടുണ്ട്. അതേസമയത്ത് വലിയ ബാധ്യതകൾ ഉണ്ടാക്കി വെക്കുന്ന നിലക്ക് വലിയ സാമ്പത്തിക ചെലവ് വരുത്തിക്കൊണ്ടുള്ള ആഘോഷങ്ങൾ നിങ്ങൾ നടത്താൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ആ ജീവിതത്തിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അത് പിന്നീട് കാരണമായി തീരുന്നതാണ്. അതേ യുവാക്കൾ വളരെയധികം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരിക്കലും നിങ്ങൾ കുറഞ്ഞ സമയത്തേക്കുള്ള ഒരു ആഘോഷത്തിന് വേണ്ടി വലിയ സാമ്പത്തിക ചെലവ് വരുത്തി നിങ്ങളുടെ ഭാവി തന്നെ തകരാറിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. നിങ്ങൾ വലിയ കടക്കാരായി മാറുന്ന ഒരവസ്ഥയിൽ പെട്ടുപോകും. അതുപോലെ രക്ഷിതാക്കളും ഈ കാര്യം വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ്. ഒരിക്കലും നിങ്ങളെ മകളെ നിങ്ങൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് അവരുടെ വിവാഹ ആഘോഷങ്ങൾ വലിയ ആർഭാടപൂർവ്വം നടത്തുക എന്നതല്ല. മറിച്ച് നിങ്ങളുടെ മകളും ഭർത്താവും തമ്മിൽ നിത്യമായും കുറേ കാലം സന്തോഷത്തോടു കൂടി അവർക്ക് ജീവിക്കാൻ സാധിക്കണം എന്നതാണ് നിങ്ങൾ അവരോട് ചെയ്യുന്ന സ്നേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം, വആശിറുഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ
സ്ത്രീകളോട്, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലക്ക് സഹവർത്തിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന്. അതേ സമയത്ത് കുറേ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് വിവാഹ ആഘോഷങ്ങൾ നടത്തുക എന്നത് ഒരിക്കലും അതൊരു സ്ത്രീയുടെ മഹത്വമോ അല്ലെങ്കിൽ സ്ഥാനമോ അല്ല, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ വലിയ തറവാടിത്തം അറിയിക്കുന്നതും അല്ല. അതുകൊണ്ട് ജീവിതത്തിൽ ചെലവ് വളരെ മിതത്വമായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വിവാഹ സമയങ്ങളിൽ അത് വളരെ ലളിതമായി കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് കഴിയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന മിൻ യുംനിൽ മർഅതി തൈസീറു ഖിത്ബതിഹ വ തൈസീറ സദാഖിഹ. ഒരു സ്ത്രീയുടെ ബർക്കത്തിൽപ്പെട്ടത് എന്ന് പറയുന്നത് അവളുടെ വിവാഹമൂല്യം, അതുപോലെ വിവാഹ ചെലവുകളൊക്കെ അത് വളരെ ലളിതമായിരിക്കുക എന്നത് ഒരു സ്ത്രീയുടെ ബർക്കത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഒരു മിതത്വത്തിൻ്റെ ഒരു വഴിയുണ്ട്. ആ വഴി നമ്മൾ സ്വീകരിക്കണം. അതോടൊപ്പം നമ്മുടെ രാഷ്ട്ര ശില്പിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സായിദ് വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് പലപ്പോഴും പറഞ്ഞു തന്ന വിഷയവുമാണ്, ഇത്തരം ആഘോഷ സന്ദർഭങ്ങളിൽ നിങ്ങൾ വലിയ ചെലവുകൾ വഹിച്ചുകൊണ്ട് നിങ്ങൾ വലിയ കടബാധിതരായി പോകുന്ന, വലിയ പ്രയാസത്തിലായി പോകുന്ന നിലക്കുള്ള ആഘോഷങ്ങൾ നടത്തരുത് എന്ന് പലപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്, ഇദ അൻഫഖൂ ലം യുസ്രിഫൂ, അവർ സാമ്പത്തികമായിട്ട് ചെലവഴിക്കുകയാണെങ്കിൽ അവരൊരിക്കലും ധൂർത്തന്മാരാവുകയില്ല. വലം യഖ്തുറു, അതേ സമയത്ത് അവർ പിശുക്കന്മാരും ആവുകയില്ല. വകാന ബൈന ദാലിക ഖവാമ, ഈ മുഅ്മിനീങ്ങളുടെ ജീവിതം എപ്പോഴും ഒരു മിതത്വം പാലിച്ചുകൊണ്ടായിരിക്കും ആ വിഷയത്തിൽ അവർ ശ്രദ്ധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ വിവാഹ ആഘോഷങ്ങളിലൊക്കെ ധൂർത്തും അനാവശ്യ ചെലവുകളും ഒക്കെ വന്നു പോകുന്നതിനെ തൊട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും എപ്പോഴും നല്ല മിതത്വത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്ത് പുരോഗതിയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കെല്ലാം എല്ലാ നന്മകളും ചെയ്യുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.